നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വല്ലാത്തൊരു ടോപ്പിക്കിനെക്കുറിച്ചാണ്. കേരളത്തിന്റെ സ്വന്തം ആയോധന കലയായ കളരിപ്പയറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വെറും അഭ്യാസവുമല്ല, പഴയൊരു യുദ്ധമുറയുമല്ല. ഇതിന്റെ സയൻസ് കേട്ടാൽ നമ്മളൊന്ന് ഞെട്ടും. ഈ ഡോക്യുമെന്റുകൾ വെച്ച് നമുക്ക് ഇതിന്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോൾ ആദ്യത്തെ ചോദ്യമിതാണ്, കളരിപ്പയറ്റ് വെറുമൊരു ആയോധന കലയാണോ അതോ അതൊരു ജീവിത രീതിയോ? നമ്മളീ പലരും വിചാരിക്കുന്നത് ഇതൊരു വിചിത്രമായ വാൾപ്പയറ്റ് മാത്രമാണെന്നല്ലേ? എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ പഠനരേഖകൾ വ്യക്തമാക്കുന്നത് ഇതൊരു സമഗ്രമായ സിസ്റ്റമാണെന്നാണ്. അതായത് നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ മാത്രമല്ല, നമ്മുടെ ബോഡിയെയും മൈൻഡിനെയും ഒരേപോലെ ട്യൂൺ ചെയ്തിരിക്കുന്ന ഒരു കിടിലൻ ശാസ്ത്രമാണത്. ശരി, നമുക്കിതൊന്ന് ഡീകോഡ് ചെയ്യാം. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 4 കാര്യങ്ങളാണ്. 1. ഐതിഹ്യവും ചരിത്രവും. 2. കളരി നിർമ്മാണവും സങ്കല്പങ്ങളും. 3. പരിശീലന ഘട്ടങ്ങളും വടിവുകളും. പിന്നെ 4. ചികിത്സാരീതികളും സാംസ്കാരിക സ്വാധീനവും. ഓക്കെ, നേരെ വിഷയത്തിലേക്ക് കിടക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ ഐതിഹ്യവും ചരിത്രവും, പരശുരാമന്റെ മഴു, പിന്നെ ചരിത്രപരമായ പരിണാമവും. നമ്മുടെ മലയാളികൾക്ക് പൊതുവെ അറിയാവുന്നൊരു കഥയുണ്ട്. പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളമുണ്ടാക്കിയെന്നും ശത്രുക്കളെ നേരിടാൻ അദ്ദേഹം തന്നെ 42 അല്ലെങ്കിൽ 108 കളരികൾ സ്ഥാപിച്ചുവെന്നുമൊക്കെ. കേൾക്കാൻ നല്ല രസമുള്ളൊരു പുരാണമാണത്. പക്ഷേ ചരിത്രകാരന്മാർ ഇതിനെ വേറൊരു രീതിയിലാണ് നോക്കിക്കാണുന്നത്. രേഖകൾ പ്രകാരം 12ാം നൂറ്റാണ്ടിലാണ് കളരിയുടെ യഥാർത്ഥ ഉദയമുണ്ടാകുന്നത്. അക്കാലത്തെ നാടുവാഴുത്ത വ്യവസ്ഥിതിയിലെ യുദ്ധങ്ങളിൽ നിന്നാണ് ഈയൊരു സിസ്റ്റം സയന്റിഫിക്കായി ഡെവലപ്പായി വന്നതെന്നാണ് ചരിത്രം പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, കളരിയുടെ നിർമ്മാണവും അതിലെ സങ്കല്പങ്ങളും. ഈ പവിത്രമായ ഇടത്തിന്റെ ആർക്കിടെക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം ഈ നമ്പറുകളാണ്. 42ഉം 21ഉം. ഒരു സ്റ്റാൻഡേർഡ് കളറിക്ക് കിഴക്കു പടിഞ്ഞാറായി 42 അടി നീളവും തെക്കു വടക്കായി 21 അടി വീതിയുമാണുള്ളത്. പക്ഷേ അതിലും രസകരമായ കാര്യം എന്താണെന്നോ, ഇതൊരു സാധാരണ മുറിയല്ല. ഭൂമിയിൽ നിന്ന് താഴേക്ക് കുഴിച്ച് മണ്ണുകൊണ്ട് കെട്ടിപ്പൊക്കിയാണ് ഇത് നിർമ്മിക്കുന്നത്. എന്തിനാണെന്നല്ലേ? നമ്മൾ കഠിനമായി വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിന് അമിതമായ ചൂട് ഉണ്ടാകാതിരിക്കാനും പിന്നെ മണ്ണുപറ്റി സ്കിൻ ഡിസീസസ് ഒന്നും വരാതിരിക്കാനുമാണ് ഇങ്ങനെ കുഴികുത്തി നിർമ്മിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കുഴിക്കളരി എന്ന് തന്നെ വിളിക്കുന്നത്. സിമ്പിൾ ആൻഡ് സയന്റിഫിക് അല്ലേ? ഇനി നമ്മൾ ഈ കളരിയുടെ ഉള്ളിലേക്കൊന്ന് നോക്കിയാലോ? അവിടെ വളരെ പവിത്രമായ ചില സ്പോട്ടുകൾ കാണാം. തെക്ക് പടിഞ്ഞാറേ മൂലയിലുള്ള പൂത്തറയാണ് ഇതിലെ മെയിൻ. പിന്നെ പഴയകാല ഗുരുക്കന്മാരെ സ്മരിക്കാനുള്ള ഗുരുത്തറ. അതുകഴിഞ്ഞ് ഗണപതിയെ സങ്കല്പിച്ചുള്ള ഗണപതിത്തറ. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇതൊരു വെറും ജിംനേഷ്യമോ ഫിറ്റ്നസ് സെന്ററോ ഒന്നുമല്ല, മറിച്ച് ഭക്തിയും ഗുരുത്വവും അച്ചടക്കവുമൊക്കെ നിറഞ്ഞ ഒരു വലിയ ആത്മീയ ഇടം കൂടിയാണെന്ന്. ഈ ദീപാലങ്കൃതമായ പൂത്തറയ്ക്ക് കൃത്യം 7 പടികളാണുള്ളത്. ഈ 7 പടികൾ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതല്ല കേട്ടോ. നമ്മുടെ പഠനരേഖകൾ പറയുന്നത് ശരീരത്തിലെ 6 ആധാരങ്ങളെ, അതായത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നിവയാണ് ഇതിലെ താഴെയുള്ള 6 പടികൾ പ്രതിനിധീകരിക്കുന്നത് എന്നാണ്. നോക്കണേ, ശാരീരികമായ പോരാട്ടത്തെ ആത്മീയമായ ഉണർവുമായി എങ്ങനെയാണ് അവർ കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന്. സെക്ഷൻ 3. പരിശീലന ഘട്ടങ്ങളും വടിവുകളും. ഒരു അഭ്യാസി എങ്ങനെയാണ് വളർന്നു വരുന്നത് എന്ന് നോക്കാം. കളരിയിലെ ട്രെയിനിങ് പ്രധാനമായും 4 സ്റ്റെപ്പുകളായാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം മെയ് പയറ്റ്, അഥവാ ബോഡിയെ നല്ല ഫ്ലെക്സിബിളാക്കിയെടുക്കുന്ന പ്രോസസ്സ്. അത് കഴിഞ്ഞാൽ കോൾത്താരി, അതായത് മരക്കമ്പുകളുള്ള പരിശീലനം. പിന്നീട് വരുന്നത് അങ്കത്താരി, അഥവാ ലോഹ ആയുധങ്ങൾ കൊണ്ടുള്ള പയറ്റ്. ആൻഡ് ഫൈനലി വെറും കൈ പ്രയോഗം, അതായത് ആയുധങ്ങളൊന്നുമില്ലാതെയുള്ള പോരാട്ടം. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്താണെന്നോ, ഒരു ആയുധം കയ്യിലെടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു അഭ്യാസിക്ക് സ്വന്തം ശരീരത്തിന്മേൽ പൂർണ്ണമായ കൺട്രോൾ ഉണ്ടായിരിക്കണം എന്നതാണ്. ദാറ്റ്സ് ക്രൂഷ്യൽ. ഈയൊരു മാറ്റം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മരക്കമ്പുകൾ ഉപയോഗിച്ചുള്ള കോൽത്താരിയിൽ നിന്ന് മാരകമായ വാളും പരിചയമൊക്കെ ഉപയോഗിച്ചുള്ള അങ്കത്താരിയിലേക്ക് പരിശീലനത്തിന്റെ ലെവല് പടിപടിയായി എങ്ങനെയാണ് മാറുന്നത് എന്ന് ഇത് വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. തല, നെഞ്ച്, വയറ് തുടങ്ങിയ സ്പോട്ടുകളിലേക്ക് വളരെ വേഗത്തിലും അതിലേറെ കൃത്യതയോടെയുമാണ് ഈ സ്റ്റേജിൽ ആയുധങ്ങൾ പ്രയോഗിക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി മൈൻഡ് ബ്ലോയിങ്. കളരിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒന്നാണ് ശാരീരിക നിലകൾ അഥവാ വടിവുകൾ. പ്രകൃതിയിലെ ജീവികളെ ഒബ്സർവ് ചെയ്തുണ്ടാക്കിയെടുത്ത 14 വടിവുകളുണ്ടിതിൽ. ഉദാഹരണത്തിന് സിംഹവടിവ് നോക്കാം. ഹൈ പവറിനും അറ്റാക്കിനുമാണ് ഇത് മെയിനായി യൂസ് ചെയ്യുന്നത്. ഇനി ഗജവടിവ് അഥവാ ആനയുടെ നിലയാണെങ്കിൽ ആൾക്കൂട്ടത്തിൽ നുഴഞ്ഞു കയറാനും അവിടെ ഉറച്ചു നിൽക്കാനും ഇതിലൂടെ സാധിക്കും. അതുപോലെയാണ് മാർജാര വടിവ് അഥവാ പൂച്ചയുടെ നില.
പെട്ടെന്നൊഴിഞ്ഞു മാറാനും തിരിച്ചറ്റാക്ക് ചെയ്യാനും ഇത് സഹായിക്കും. പ്രകൃതിയിൽ ഇന്ന് എത്ര പെർഫെക്റ്റായാണ് ആ കാലത്തെ മനുഷ്യർ പോരാട്ടതന്ത്രങ്ങൾ കോപ്പിയടിച്ചത് എന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനൊക്കെ അപാരമായ ഫ്ലെക്സിബിലിറ്റിയും ഏകാഗ്രതയും വേണം. ഭൂമിയോട് ചേർന്ന് ശരീരത്തിന്റെ ബാലൻസ് അഥവാ ഗുരുത്വാകർഷണ കേന്ദ്രം താഴ്ത്തി നിർത്തിയുള്ള ഈ വടിവുകൾ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ വെറും ഫിസിക്കൽ പവർ മാത്രമല്ല ഇതിനു വേണ്ടത്. കടുത്ത മെന്റൽ ഫോക്കസും അച്ചടക്കവുമാണ് ഈ വടിവുകൾ പെർഫെക്റ്റ് ആക്കുന്നതിന് പിന്നിലെ യഥാർത്ഥ സീക്രട്ട്. ഓക്കെ, ഇനി നമ്മുടെ അവസാന സെക്ഷനിലേക്ക് വരാം. 4. ചികിത്സാരീതികളും സാംസ്കാരിക സ്വാധീനവും. ഒരു ആയോധന കലാകാരന്റെ തീർത്തും വ്യത്യസ്തമായ മറ്റൊരു തലമാണിത്. കളരിയിലെ വളരെ യൂണീക്കായൊരു കാര്യമാണ് ചവിട്ടി ഒഴിച്ചിൽ. ഇതിലൊരു വല്ലാത്ത അയറണിയുണ്ടല്ലേ. അതായത് ഒരു മനുഷ്യനെ എങ്ങനെ ഏറ്റവും മാരകമായി ആക്രമിക്കാമെന്ന് നന്നായി അറിയാവുന്ന ഗുരുക്കന്മാർ തന്നെയാണ് മികച്ച ആയുർവേദ മർമ്മ ചികിത്സകരുമാകുന്നത്. മർമ്മസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഈ ഗുരുക്കന്മാരുടെ ആഴത്തിലുള്ള അറിവാണ് പലപ്പോഴും പരിക്കുകൾ സുഖപ്പെടുത്താനും ശരീരത്തിന്റെ എനർജി തിരികെ കൊണ്ടുവരാനും അവർ ഉപയോഗിക്കുന്നത്. ദി ആർട്ട് ഓഫ് ഹീലിംഗ് ആൻഡ് ഹാമിംഗ് അറ്റ് ദ സെയിം ടൈം. ഇതൊരു വെറും യുദ്ധമുറ മാത്രമാണോ? അല്ലയല്ല. കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ കളരിപ്പയറ്റുണ്ടാക്കിയ ഇംപാക്റ്റ് വളരെ വലുതാണ്. നമ്മൾ കാണുന്ന കഥകളി, തെയ്യം, പൂരക്കളി, കോൽക്കളി തുടങ്ങി പല പാരമ്പര്യ കലാരൂപങ്ങളും കളരിപ്പയറ്റിൽ നിന്നും ഇൻസ്പയർ ആയതാണ്. ഫോർ എക്സാമ്പിൾ, കഥകളിയിലെ കലാകാരന്മാർക്ക് ആ ഒരു മെയ്വഴക്കം കിട്ടാൻ അവർ കളരിയിലെ ട്രെയിനിങ് മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആർട്ടിനെയും കൾച്ചറിനെയും ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്ത വേറൊരു ഘടകം ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കളരിപ്പയറ്റ് എന്നത് വെറുമൊരു പഴയകാല ഹിസ്റ്ററിയല്ല, അതൊരു ജീവിക്കുന്ന, ശ്വസിക്കുന്ന എക്കോസിസ്റ്റമാണ്. പോരാട്ടത്തിന്റെയും ചികിത്സയുടെയും കലയുടെയും ഒരു സവിശേഷമായ ബ്ലെൻഡ്. നമ്മളിന്ന് കാണുന്ന മോഡേൺ ഫിറ്റ്നസും വർക്കൗട്ട് രീതികളുമൊക്കെ ഈ പ്രാചീന ഭാരതീയ ശാസ്ത്രത്തോട് എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രകൃതിയിൽ നിന്ന് പഠിച്ചെടുത്ത ഈ രഹസ്യങ്ങൾ ഇനിയും എത്ര കാലം നമ്മളെ വിസ്മയിപ്പിക്കുമല്ലേ? എന്തായാലും ഈ ഒരു ചിന്തയോടെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിശകലനം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു കിടിലൻ വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു.